ഇട്ട് നമുക്ക് വെയിറ്റ് ലോസ് നേടാൻ, ബെല്ലി ഫാറ്റ് കുറക്കാൻ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിന്നും മോചനം നേടാൻ, ഇങ്ങനെയുള്ളതിനൊക്കെ മോചനം നേടാനും നല്ല ഫിറ്റ്നസ് നേടാനും വേണ്ടിയിട്ടൊക്കെ കാണാം. പെട്ടെന്ന് റിസൾട്ട് നേടണം വിചാരിച്ചിട്ട് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, ഹെവി വർക്കൗട്ട്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ഡയറ്റ് സിസ്റ്റം, നമ്മളെ കൾച്ചറല്ലാത്തൊരു ഡയറ്റ് സിസ്റ്റം, ഇതൊക്കെ ചെയ്തിട്ട് കാണാം ചിലവർക്ക് പരിക്ക് പറ്റുന്നു, അല്ലെങ്കിൽ അവർ എത്രയാണോ വെയിറ്റ് കുറഞ്ഞത് അതിനെക്കാട്ടി കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കാണാം. പിന്നെ ഈ പരിക്ക് പറ്റിയവർക്ക് പിന്നെ ഭയം, പിന്നെ ലൈഫ് ലോങ് അവർക്ക് ഫിറ്റ്നസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിലേക്കുള്ള വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനും നിങ്ങൾക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിറ്റ്നസ് ലൈഫ് ലോങ്ങിൽ നേടാനും വേണ്ടിയിട്ടുള്ള ഈസിയായ കാര്യം പറയാൻ വെച്ചാൽ നിങ്ങൾ ഫിറ്റ്നസ്സിനെ വളരെ ലളിതമായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും ഹെവി വർക്കൗട്ട്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ബിഗിനേഴ്സ് ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ ഈ സഡൻഡറി ലൈഫ് സ്റ്റൈലിനും വരുന്നവരായിരിക്കും, ഒന്നും ചെയ്യാത്തവർ, അതുപോലെ തന്നെ ഫുഡിൽ അത്ര ശ്രദ്ധിക്കാത്തവരായിരിക്കും, ഉറക്കത്തിൽ ശ്രദ്ധിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിനെ കുറച്ച് കാലം ശ്രദ്ധിക്കാതെ പോയവരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏജിൻ്റെ പാറ്റേൺ കൊണ്ടൊക്കെ നമുക്ക് തടി കൂടിയിട്ടുണ്ടാവും, മൂവ്മെൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഹെവി വർക്കൗട്ടും ഹെവി ഡയറ്റൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ബിഗിനേഴ്സോ അല്ലെങ്കിൽ വർക്കൗട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അനുയോജ്യമായുള്ള വർക്കൗട്ട് സെലക്ട് ചെയ്യുക. അതും ഫസ്റ്റ് ഫേസിൽ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ചെയ്ത് ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ഡേയിലോ ഫോർത്ത് ഡേയിലോ നിങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവരാം. നിങ്ങൾ ഫസ്റ്റ് ചിലപ്പോൾ ഒരു റൗണ്ട് ആയിരിക്കും നിങ്ങൾ 5-6 എക്സസൈസ് ചെയ്യുന്നത്, ചിലപ്പോൾ പിന്നത്തെ വീക്കിൽ അത് 2 റൗണ്ടാവും, പിന്നെ 3 റൗണ്ടാവും. പിന്നെ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യുക, വാമപ്പ് വർക്കൗട്ടിൻ്റെ ശേഷം പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ്ങും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഫുഡ് സിസ്റ്റം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പെട്ടെന്നുള്ള ഒരു ഡയറ്റ് സിസ്റ്റത്തിലേക്ക് പോകരുത്. അത് നമുക്ക് ക്രേവിങ് വരും, അല്ലെങ്കിൽ നമ്മളും ഹ്യൂമണാണ്, നമുക്കും ഒരു ലിമിറ്റ് ഉണ്ട് നമ്മളെ മൈൻഡിന്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ ചെയ്യും, ചിലപ്പോൾ നമ്മൾ എന്തോ ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഒരു ഗോളോ ലക്ഷ്യമൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്കത് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഓക്കെ ആയിരിക്കും, നമ്മൾ ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് പങ്കെടുക്കണം, അല്ലെങ്കിൽ ആരോടോ ചാലഞ്ച് വെച്ചത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നിട്ടുണ്ട്, അതിനകത്ത് പെട്ടെന്നൊന്ന് മോചനം നേടണം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഫേസിൽ നമ്മൾ ആ മോട്ടിവേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ട് നേടും. അത് ലാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് റിസൾട്ടൊക്കെ നേടി നിങ്ങൾ വിചാരിച്ച റിസൾട്ടിൻ്റെ അടുത്തൊക്കെ എത്തി, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ സാധനം തന്നെ എത്തിയിട്ടുണ്ടാവും, ഒരു 10 കിലോ കുറഞ്ഞ് 15 കിലോ കുറഞ്ഞ്, പക്ഷേ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല. അത് പൊതുവെ ഈ ഞാൻ പറയുന്ന ഈ റീസണാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അനുയോജ്യമായുള്ള വർക്കൗട്ട് ഫ്രം ബിഗിനിങ്ങിൽ നിന്ന് വളരെ ലളിതമായിട്ട് തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ അപ്പ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കായിരിക്കും ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് നേടാനും വേണ്ടിയിട്ട് എക്സസൈസോ വർക്കൗട്ടോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളെ ഈ ആധുനിക കാലത്ത് നമ്മളെ ബോഡി ഫുൾ ഫങ്ഷൻ ചെയ്യാനുള്ള വേറൊരു മാർഗ്ഗം നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാരണം വെച്ചാൽ 20 മുതൽ 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. ഈ വർക്കൗട്ട് ചെയ്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ആവും, നമ്മളെ മൂഡ് മാറും, നമ്മളെ സ്കിന്നിന് വ്യത്യാസം വരും, അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആവും, വെയിറ്റ് ലോസ് ആവും, നമ്മളെ പ്രോപ്പർ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മളെ ക്യാരക്ടറിൽ തന്നെ നമുക്കധികം ദേഷ്യമൊക്കെ പിടിക്കാതെ നമുക്കൊരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് മൈൻഡിലൊരു ക്യാരക്ടർ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വർക്കൗട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കലുള്ള വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ കൾച്ചറൽ ഫുഡിനെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് റിസൾട്ട് നേടാൻ വേറെ ഏതെങ്കിലും ഒരു ഫുഡിനെടുത്ത് കൊണ്ടുവരാൻ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കല്യാണത്തിന് പോയാലോ ഒരു പാർട്ടിക്ക് പോയാലോ വേറെ എവിടെയും പോയാലോ യാത്ര പോയാലോ എവിടുന്നും നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൾച്ചറൽ ഫുഡിനെ നമുക്ക് ഹെൽത്തി ആക്കി മാറ്റാം. ഒരു ബിരിയാണി കഴിക്കാൻ വെച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒരു സെമി ഹെൽത്തി കൂടെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിറ്റ്നസ് സസ്റ്റെയിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഫേസിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടീഷൻ മോശമാണെങ്കിൽ നിങ്ങളെ ഡയറ്റീഷ്യനെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് ഇവരൊക്കെ കണ്ടിട്ട് നിങ്ങളെന്ത് അഡ്വൈസ് നേടിയിട്ട് നിങ്ങളെ ഡയറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മുന്നോട്ടാക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഫേസിലാണ്. ഈ ഫസ്റ്റ് ഫേസിലാണ് എല്ലാവർക്കും ഇഞ്ചുറി പറ്റുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറിക്കൂടുക. അപ്പോൾ അത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു 10-20 വർഷമായിട്ട് നമ്മളൊരു ബോഡി ടച്ചിങ് അങ്ങനെ തന്നെ. കാരണം പറയാൻ വെച്ചാൽ നമ്മൾ എല്ലാ ഫുഡും കഴിക്കുന്ന ആളാണ്, പക്ഷേ ആ പുറത്തുനിന്നൊക്കെ എപ്പോഴും പുറത്തുനിന്ന് എപ്പോഴും കഴിച്ച് വാരി വലിച്ച് കഴിക്കാമെന്നല്ല അർത്ഥം വെക്കുന്നത്. നമ്മളും ഹ്യൂമണാണ്, നമ്മളും മാർക്കറ്റിൽ നമ്മൾ ഈ നാട്ടിൽ ഈ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുന്ന ടൈമിൽ ബിരിയാണി ഹാഫ് മേടിക്കും, അതിൻ്റെ മീറ്റ് കൂട്ടും. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മീറ്റ് കൂട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരു പ്രോട്ടീനാക്കി നമ്മൾ മാറ്റും അതിനെ. പിന്നെ പൊരിച്ചത് വീട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ലളിതമായിട്ടാണ് വല്ലപ്പോഴും പൊരിക്കും, എസ്പെഷ്യലി ഫിഷൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കറിയിലുള്ള ഈ ഫിഷും കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ
നെക്സ്റ്റ് അഡ്വൈസ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു കൾച്ചർ ഇതാക്കുക. ഒരാൾക്കും വേണ്ടിയിട്ടല്ല, വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഹെൽത്ത് നേടാനുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് അതും നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഒരാൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു പഞ്ചസാര കുറക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പഞ്ചസാര കുറക്കുക. അതെന്നാൽ പെട്ടെന്ന് ഒഴിവാക്കലല്ല, അത് കുറച്ച് കുറച്ച് കൊണ്ടുവരുത്തുക. ഒരു ത്രെഷോൾഡിൽ നിൽക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് മാറുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ഫുഡ് കഴിക്കുന്നു, 100 ഒരു സംഖ്യ പറയാണ്. അപ്പോൾ അതിനെ നമ്മളൊരു 80-85 അല്ലെങ്കിൽ 90% ഫസ്റ്റ് ഫേസിൽ കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 3 കോരി ചോറുണ്ടാകുന്ന 2.25 മാറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ കൾച്ചറൽ ഫുഡിനെ ഹെൽത്തി ആക്കി മാറ്റാൻ. അപ്പോൾ എൻ്റെ ഒരു 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിട്ട് ഇത്രയും കൾച്ചറൊക്കെ പഠിക്കുക. അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഈ ബിഗിനേഴ്സിനെ, കൺഫ്യൂഷൻ ഉള്ളവരെ, ഇങ്ങനത്തെ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അതുകൊണ്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു 14 ദിവസത്തെ വർക്കൗട്ട് ഉണ്ടാവും, റെസ്റ്റ് ഡേ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ കൾച്ചറൽ ഫുഡ് എങ്ങനെയാണ് കഴിക്കൽ എന്നുള്ള ഒരു ഹെൽപ്പ് കിട്ടും. നമ്മളെ ഉറക്കം പ്രോപ്പറാക്കാൻ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് നടത്തും, ഇതൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഏത് തരം ഹെൽപ്പ് വേണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് എത്തിക്കാനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.